അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ 65 ആണ് കേട്ടോ. ഇത് ഇതുവരെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഇത് ശരിക്കും നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും. ഇത് മാത്രം മതി കേട്ടോ സ്നാക്സ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നല്ല കഴുകി വൃത്തിയാക്കി ചിക്കൻ വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. സിമ്പിൾ 65 ആണ്. ചിക്കൻ 65 ആണ്. അപ്പം നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി യൂസ് ചെയ്യുന്നത് കാശ്മീർ ചില്ലിയാണ്. കാശ്മീർ ചില്ലി ഒരു ഏകദേശം ഈ ചിക്കൻ ഒരു 1 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി. മറ്റേ മുളക് പൊടി നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഏകദേശം ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ നല്ല പൊടിച്ച കുരുമുളക് പൊടിയാണ്. ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ചാണ്. പിന്നെ നമ്മൾ സ്വന്തം ജിഞ്ചർ ഗാർലിക് നല്ല ഇടിമുട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് ഇടിച്ച് ചതച്ചതാണ്. നമുക്കിത് മിക്സിയിലിട്ടങ്ങ് പേസ്റ്റ് ആക്കിയാൽ കേട്ടോ. ഞാൻ ചുമ്മാ പിന്നെ ഇങ്ങനെ അടിച്ചെന്നുള്ളൂ. പിന്നെ നമ്മൾ കേട് തൈരിട്ട. ഈ കുരുട് നമ്മൾ പണ്ട് ഇങ്ങനെ പെട്ടെന്ന് കുരുടെന്ന് വായിച്ചു പോയി, അതാണ് പറ്റിപ്പോയത്. പിന്നെ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഈ ചിക്കൻ ആവശ്യത്തിനാണ് അരിപ്പൊടി. നമ്മൾ ആവശ്യം നോക്കിയിട്ട് അങ്ങനെ അങ്ങ് ആഡ് ചെയ്യും. അതുപോലെ കോൺഫ്ലോർ ഈ പറഞ്ഞ പോലെ ശകലം. ആകെപ്പാട് ഇതൊരു 8-10 പീസേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള അങ്ങനെ കണക്ക് കൂട്ടി അങ്ങ് ഇട്ടാൽ മതി. ഇതൊക്കെ ഒരുപാട് ഇപ്പോൾ കുക്കറി ഷോയിലൊക്കെ പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും അളവൊക്കെ നല്ല വൃത്തിക്ക് അറിയാം. നമ്മൾ എടുക്കുന്ന മീറ്റിനുള്ള ഒരു ഏകദേശം ഒരു അളവ്, ഇൻഗ്രീഡിയൻസ് ഇത്രയാണ് മാത്രം. പിന്നെ ലാസ്റ്റ് ഇതാ നമ്മൾ കരിവേപ്പില നല്ല അടിപൊളിയായിട്ട് ചോപ്പ് ചെയ്ത് ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളിതാ റസ്റ്റിന് വെച്ച് ചിക്കൻ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വറക്കാനെടുക്കാം. അങ്ങനത്തെ ചട്ടി നല്ല ചൂടായി, നമ്മൾ എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാട്ടോ പൊരിക്കുന്നത്, ഓയിലല്ല വെളിച്ചെണ്ണയാണ്. ഇങ്ങനെ നമ്മൾ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും ഒരു ഡെക്കറേഷൻ, ഒരു ഭംഗിക്ക്. ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, നിർബന്ധമൊന്നുമില്ല, എന്നാലും ചുമ്മാ. മറ്റേത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഡിഷ് തന്നെ സെറ്റാണ്. അത് ആ മസാലയും കാര്യങ്ങളും ചിക്കനും
പൊളിയാണ്. പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ശകലം കൂടി ടേസ്റ്റും കൂടി കൂടും. ഒരു ചെറിയൊരു ക്യാപ്സിക്കം എടുത്തു, അതിങ്ങനെ ക്യൂബാക്കി ഇട്ടു. നമുക്ക് സവാള വേണം. അങ്ങനെ നമ്മൾ 65 ഇതാ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ഡെക്കറേഷൻ പരിപാടിയും കൂടി ഉണ്ട്, അതും കൂടി അങ്ങ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെറിയൊരു എന്താ പറയുക, കുറച്ചും കൂടി ഇതിന് ടേസ്റ്റ് കൂടും 65-ന്. ചെറിയൊരു ഡെക്കറേഷൻ പരിപാടി പോലെ. അപ്പോൾ അതിന് നമ്മൾ ആദ്യം പാനിൽ വെച്ചു. പാനിലൊന്ന് ചൂടാവട്ടെ. അപ്പം നമ്മൾ പാനിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത ചിക്കൻ, ആ എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ശകല എണ്ണ എടുത്തു. ആ എണ്ണ നല്ല ചൂടായി കഴിയുമ്പോൾ നല്ല ക്യൂബാക്കിയ ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു ചെറിയൊരു സവാള. ആദ്യം നമുക്ക് ഈ സവാളയും ക്യാപ്സിക്കവും കൂടെ അതിലേക്ക് ആക്കാം. ഇത് നന്നായിട്ട് വാടുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ അധികം പാടൊന്നും വേണ്ട. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ 65 അതിലേക്ക് കട്ട് ചെയ്ത് ശകലം ടൊമാറ്റോ സോസ് ഇട്ടാൽ അതുപോലെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം പാടിട്ട് ഒറ്റ മിക്സ്. അങ്ങനെ നമ്മൾ 65 ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ ചില്ലി ചിക്കനും ഇന്ന് പൂരിയാട്ടാ. ഭൂരിയാണോ പൂരിയാണോ? പൂരി. ആ, ഇന്ന് പൂരിയാണ് കോമ്പിനേഷൻ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ, ഒരു കഷ്ണം പൂരിയും ചിക്കൻ 65 കൂടി എടുത്ത് ഇതിങ്ങനെ എടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് പൂരിൻ്റെ ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാം. വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ.
സൂപ്പർ. നമുക്ക് ക്യാപ്സിക്കം ഉള്ളി എല്ലാം കൂടി എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ പീസും ക്യാപ്സിക്കവും അതിൻ്റെ കുറച്ച് ഗ്രേവി എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. വേറെ ലെവല്. പൂരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ഉണ്ടാക്കിയപ്പോൾ നല്ല ബോൾ പോലെ ഉണ്ടായിരുന്നു. നമുക്കൊരു ദിവസമല്ലേ ഈ പൂരീൻ്റെയും കൂടി ഒരു റെസിപ്പി നമുക്ക് കാണിക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.